ദൈവനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ഡി ജോൺ. ഞാൻ വെള്ളറയ്ക്ക് സമീപം താമസിച്ചുകൊണ്ട് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നിലമാമൂടുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ മാതാപിതാക്കൾ രക്ഷാസൈന്യം എന്ന പ്രസ്ഥാനത്തിലായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനോ ദൈവഭാഗത്ത് ദൈവത്തെ ആരാധിക്കുവാനോ കഴിയാതെ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ആ ദേശം വിട്ട് ആ സഭയുടെ ഏരിയ വിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥാനത്ത് താമസത്തിന് വേണ്ടി കടന്നു പോവുകയും പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള സാഹചര്യം ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ അവിടെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ചെറുകാലത്തിലെ വിദ്യാഭ്യാസം ഒക്കെ നടത്തി അങ്ങനെ ഉപജീവന മാർഗങ്ങളും കൂലിവേലകളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു വരുമ്പോൾ എൻ്റെ ജീവിതം ദൈവ വഴി വിട്ട ഒരു ദുർമാർഗ ജീവിതത്തിൽ മദ്യപിക്കുകയും തല്ലുകൂടാൻ പോവുകയും തല്ലുകൊടുക്കാൻ പോവുകയും അപ്പോൾ തന്നെ കരാട്ട അതുപോലുള്ളതായ ചെറിയ ചെറിയ അഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കടന്നു പോവുകയും അനേകരെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ലഭിക്കുന്ന നന്മ കൊണ്ട് എൻ്റെ ചെറുപ്രായകാലം അങ്ങനെ ജീവിക്കുവാൻ ഇടയായി. എന്നാൽ അതിനോടനുബന്ധിച്ച് വീണ്ടും രക്ഷയുടെ ഭാഗത്തേക്ക് മടങ്ങി വരുവാനും എൻ്റെ 22-ാമത്തെ വയസ്സിൽ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജനത്തിൽ സാക്ഷീകരിപ്പാനിടയായി. സ്തോത്രം. അങ്ങനെ ഒരു ദൈവ പൈതലായി മാറി. സ്തോത്രം. അങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായി ഇടയായി. എങ്കിലും എൻ്റെതായ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി അതുകൊണ്ട് ചെറിയ വരുമാനമൊക്കെ ലഭിച്ചു. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ പിന്നത്തതിൽ എനിക്ക് മനസ്സിലായി, ഞാൻ അഭ്യസിപ്പിക്കുവാൻ പോകുന്ന സ്ഥലത്ത് ചില പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നു. അവരിൽ ചിലരെയൊക്കെ അവരെ അടിയൊക്കെ കൊടുത്ത് ഉപദ്രവിച്ചിട്ട് അവിടെ നിന്നും മാറി കടന്നു വരുവാനിടയായി. എങ്കിലും ദൈവം വിട്ടില്ല. ദൈവം വീണ്ടും ദൈവഭാഗത്തേക്ക് മടങ്ങി ചേർത്ത് സ്തോത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് കടന്നു വരുന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ 82, 83, 84 കാലയളവിൽ സ്തോത്രം ദൈവവചനം പഠിക്കണമെന്ന താല്പര്യത്തോടുകൂടെ ആത്മീയമന്ന ബൈബിൾ കോളേജിൽ പഠനത്തിനായി കടന്നു പോവുകയും 3 വർഷക്കാലം അവിടെ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് ശേഷം സ്തോത്രം സുവിശേഷ പ്രവർത്തനത്തിന് കടന്നു പോകുവാനിടയായി. ട്രാക്റ്റ് കൊടുക്കുക, പരസ്യവും നടത്തുക, കടൽ പ്രദേശങ്ങളിൽ പോയി ട്രാക്റ്റ് കൊടുക്കുക, വെളിം പ്രദേശത്ത് 2, 3, 5 പേര് കൂടുന്നിടത്തു നിന്ന് പരസ്യവും പറയുക, പരസ്യമായ കർത്താവിനെ സുവിശേഷീകരിക്കുക. അതുപോലെ ഫോറസ്റ്റ് ഏരിയകൾ വനാന്തരങ്ങളിൽ പോയി കർത്താവിൻ്റെ മഹത്വമേറെ വേല ചെയ്യുക, ട്രാക്റ്റ് കൊടുക്കുകയും അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്തോത്രം അതിനേക്കാൾ ഉപരിയായി സഭാ വീടിൽ മുന്നോട്ട് കടന്നു പോകണമെന്ന് ഓർത്ത് അനേക ദൈവഭൃത്യന്മാരുടെ കൂടെ സഹകരിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുകയും അങ്ങനെ സ്തോത്രം 85 മുതൽ സ്തോത്രം സുവിശേഷ പ്രവർത്തനത്തിൽ ഇറങ്ങിയ ഞാൻ 2001 മുതൽ സഭാ വീടിലേക്ക് ഇറങ്ങുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കായിക അഭ്യാസത്തിന് വേണ്ടി ഇറങ്ങുകയും അനേക സ്ഥലങ്ങളിൽ പോയി അതിൻ്റെതായ ക്ലാസ് തുടങ്ങുകയും അവിടെ പലരെയും പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മദ്യപാനം തുടങ്ങുകയും മദ്യപിച്ച് സ്തോത്രം കൂട്ടുകൂടി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ട് അങ്ങനെ പോയി വരുമ്പോൾ അത് ജീവിതത്തിൽ ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും സ്തോത്രം എബൌട്ടൻ തിരിഞ്ഞ് മടങ്ങി വന്ന് ദൈവഭാഗത്ത് കർത്താവിൻ്റെ വേലയോടുകൂടെ കൂടുതലായി സഹകരിപ്പാനിടയായി. അങ്ങനെ വനാന്തരങ്ങളിലും അതുപോലെ സെറ്റിൽമെൻറ്റ് ഏരിയകളിൽ കടപ്പുറങ്ങളിൽ ഒക്കെ പോയി ട്രാക്റ്റ് കൊടുക്കുകയും സുവിശേഷം പറയുകയും പരസ്യമൊക്കെ നടത്തുകയും മിനി കൺവെൻഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ വ്യാപരിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ മനസ്സിൽ തോന്നി ദൈവവേല കൂടുതലാണ് ചെയ്യണമെങ്കിൽ ദൈവവചനം പഠിക്കണമെന്ന്. അങ്ങനെ 82, 83, 84 കാലയളവിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായി ആത്മീയമന്ന ബൈബിൾ കോളേജിൽ കടന്നു പോവുകയും അനേക ദൈവഭൃത്യന്മാരിലൂടെ ദൈവവചന അഭ്യാസം പഠിക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടി സ്തോത്രം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാനിടയായി. അങ്ങനെ
സ്തോത്രം 2001 മുതൽ സുവിശേഷ സഭ വീട് നടത്തുവാനും സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ സ്തോത്രം പല ഭാഗങ്ങളിൽ കടന്നുപോയി ദൈവവചനം പഠിപ്പിക്കുകയും സഭാ വീട് നടത്തുകയും ചർച്ചുകൾ ചില സ്ഥലങ്ങളിലൊക്കെ കടന്നുപോയി ചർച്ചുകൾ കെട്ടിപ്പണിയാനൊക്കെ ദൈവം സഹായിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്തോത്രം ആത്മീയ തലങ്ങൾ വലിയ പ്രചോദനം ചെയ്യുന്ന സന്ദർഭമായിരുന്നു. എന്നാൽ അതിനുശേഷം പപ്പയുടെയും അമ്മയുടെയും മരണം, വാർദ്ധക്യ സഹജമായ മരണം വന്നപ്പോൾ സുവിശേഷ വീടിൽ അല്പം വ്യതിയാനം വന്നിട്ട് സ്തോത്രം സഹോദരങ്ങളോട്ടൊക്കെ സഹകരിച്ച് അങ്ങനെ പോവുകയും വീണ്ടും സ്തോത്രം ദൈവവചനവുമായി സഭാ വീടിൽ കടന്നുപോയി കർത്താവിൻ്റെ വേല രാപ്പകലില്ലാതെ ഓടി നടന്ന് കേരളക്കരയിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ, ബോംബെ സ്തോത്രം, അതുപോലെ ചെന്നൈയിൽ, അങ്ങനെ പല ഭാഗങ്ങളിലും കടന്നുപോയി സുവിശേഷ വേല ചെയ്ത് അനേക സ്ഥലങ്ങളിൽ സ്തോത്രം സഭകൾ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് സ്തോത്രം ഇപ്പോൾ ഞാൻ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ എന്ന പ്രസ്ഥാനത്തോടുകൂടെ സഹകരിച്ച് നിൽക്കുന്നു. അപ്പോൾ തന്നെ റിട്ടയർമെൻറ്റിലാണ് എങ്കിലും സ്തോത്രം ഇവിടെ അടുത്ത് ഒരു 10 കിലോമീറ്റർ മാറി നെലമാമൂട് എന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനവുമായി അങ്ങനെ സഹകരിച്ചു പോകുന്നു. കർത്താവ് ഈ നാളിൽ ഞങ്ങളെ ധന്യമായി അനുഗ്രഹിച്ച കർത്താവിൻ്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാൻ സ്തോത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നേറുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനം ഏറ്റ് ദൈവസഭയുടെ അംഗമായി ചേർന്നതിന് ശേഷവും എൻ്റെ ജീവിതം സ്തോത്രം വഴിവിട്ട ഒരു കാലയളവിലായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളരി അഭ്യാസങ്ങളും അതുപോലുള്ളതായ പ്രവണതകൾ ചെയ്ത് പല സ്ഥലങ്ങളിലും പോയി അതിൻ്റെതായ ക്ലാസ് നടത്തി അനേകരെ ഇതിലേക്ക് ആഹ്വാനം ചെയ്ത് പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോഴും സ്തോത്രം വീണ്ടും അവരുടെ കൂട്ടുകെട്ടിനോടുകൂടെ ചേർന്ന് ഞാനും മദ്യപിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ മദ്യപിച്ച് കൂട്ടുകാരുമായി തല്ലിപ്പിരിയുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നെ അടുത്ത ഒരു ക്ലാസ് വേറെ സ്ഥലത്ത് തുടങ്ങും. അവിടെയും ഇങ്ങനെ ആരംഭിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ കൊണ്ടും അവർ സഹകരിക്കുന്ന ഈ മദ്യവും അതുപോലുള്ള ആഹാര സാധനങ്ങളെ കഴിച്ച് അങ്ങനെ വീണ്ടും ജീവിതം ദുർമാർഗത്തിലേക്ക് പോകുവാനിടയായി. അങ്ങനെ വർഷങ്ങളോളം സ്തോത്രം ദൈവ വഴി വിട്ട്, എന്നാൽ പള്ളിയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ പള്ളിയിൽ പോകാം, എന്നാലും അതിനപ്പുറമായി സ്തോത്രം മദ്യവും ഈ സ്തോത്രം അഭ്യാസ ക്ലാസ്സും ഒക്കെ ആയിരുന്നു മെയിനായി എൻ്റെ ജീവിതത്തിൽ. എന്നിട്ടും സ്തോത്രം പല ഭാഗങ്ങളിലൊക്കെ കടന്നുപോയി പലരെയും ഈ ഇത്യാദി വിഷയങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ച് നല്ല സങ്കടങ്ങൾ അവിടെ എവിടെയായിട്ട് കൂടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം ഇത് ജീവിതത്തിൽ ശരി അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ വാസ്തവമായി ദൈവത്തെ ഒന്നുകൂടെ സേവിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനായി സ്വയമായി സ്തോത്രം തീരുമാനിച്ചു. കാരണം സ്വയമായി തീരുമാനിച്ചതിൻ്റെ കാരണം സ്തോത്രം എൻ്റെ ജീവിതം തന്നെ എനിക്ക് തന്നെ തൃപ്തിയല്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. ആയതുകൊണ്ട് ഞാൻ തന്നെ മനസ്സിൽ കരുതി ഇങ്ങനെ മുന്നോട്ട് പോയാൽ എൻ്റെ ജീവിതം സ്തോത്രം യൗവനത്തിൽ തന്നെ തകർന്നു പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും തിരിഞ്ഞ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവഭാഗത്ത് മടങ്ങി വന്ന് കരച്ചിലോടെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടുകൂടെ ഏറ്റുപറച്ചിലോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ വീണ്ടും സ്തോത്രം ദൈവസന്നിധിയിൽ ഒരു പുതിയ സൃഷ്ടി പോലെ ആയിത്തീരുവാനിടയായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഇതേ അനുഭവത്തിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗമായി തീർന്നതിന് ശേഷം ഏതോ ചില കാരണങ്ങളാൽ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്ന നിങ്ങളോട് എനിക്ക് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, നിങ്ങൾ വേഗം മടങ്ങി വന്നാൽ, വേഗം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് അനുതാപത്തോടെ മടങ്ങി വന്നാൽ, ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്, എൻ്റെ ദൈവമേ, ഞാൻ ബലഹീനനായിപ്പോയി, ഞാൻ കുറവുള്ളവനായിപ്പോയി, നിനക്ക് ഹിതമില്ലാത്തത് ഞാൻ ചെയ്തു പോയി എന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും സ്തോത്രം ഇതുപോലെ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വന്നാൽ
ദൈവം നിങ്ങളെ വീണ്ടും സ്നേഹിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് യഥാർത്ഥമായി ഒരു ദൈവ പൈതലായി തീർക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരും. സ്തോത്രം. ആ ദൈവത്തെ സേവിപ്പാൻ, ആ ദൈവത്തെ സേവിച്ച് സുവിശേഷ പ്രവർത്തകരോടുകൂടെ ഒരുമിച്ച് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ച അനേക ദൈവദാസന്മാരും ദൈവ സഹോദരങ്ങളുമായി ഒരുമിച്ച് സ്തോത്രം കേരളത്തിൻ്റെ പല ഭാഗത്ത്, തമിഴ്നാടിൻ്റെ പല ഭാഗത്ത്, അതായത് തിരുനെൽവേലി, ചെന്നൈ, സ്തോത്രം അതുപോലുള്ള സ്ഥലങ്ങളിലും കേരളത്തിലും സ്തോത്രം കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ജില്ലകളിലും കടന്നുപോയി സുവിശേഷ വേല ചെയ്യുവാനിടയായി. പരസ്യയോഗം നടത്തും, ട്രാക്റ്റ് വിതരണം നടത്തും. അങ്ങനെ ഏതെങ്കിലും സഭകളിലോ സ്തോത്രം വിശ്വാസികളുടെ കുടുംബങ്ങളിലോ ഭവന മീറ്റിംഗ് നടത്തി ഞങ്ങൾ പിരിഞ്ഞു പോകുന്നതാണ് പതിവ്. 2001 സ്തോത്രം സഭാ വീട്ടിലേക്ക് സുവിശേഷ പ്രവർത്തനവുമായി ആരംഭിപ്പാനിടയായി. ആരംഭമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ കാട്ടാക്കടയ്ക്ക് സമീപം ചാരുപാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ സ്തോത്രം ഒരു ചെറിയ സ്തോത്രം ആരാധന പുര, സ്തോത്രം എന്ന് വെച്ചാൽ സഭാപുര എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഓല കെട്ടിയ ഒരു ചെറിയ ഒരു ഷെഡിനകത്ത് 12 പേര് കൂടി ഇരുന്ന് ആരാധിക്കുന്ന ഒരു ആരാധനാലയത്തിലേക്കാണ് കടന്നുപോയത്. സ്തോത്രം അവിടെ പ്രവർത്തിച്ചു. ഒരു 32 പേര് സ്തോത്രം 5 വർഷത്തിനകത്ത് ദൈവം അവിടെ തന്നു. അതിൻ്റെ തൊട്ടടുത്ത് ദി പെന്തക്കോസ്തിൻ്റെ ഒരു സഭാ ഹോളുണ്ട് സ്തോത്രം. അതുപോലെ ഇപ്പുറത്ത് ഈസയുടെ ചർച്ചുണ്ട്. എങ്കിലും ഇതിൻ്റെ നടുവിൽ ദൈവം ചില ആത്മാക്കളെ തന്ന് 2 ഘട്ടങ്ങളായി സഭാ ഹോളിനെ പണിയുവാനിടയായി. സ്തോത്രം. തറയൊക്കെ കെട്ടി സ്തോത്രം മേളിൽ ഷീറ്റൊക്കെ വെച്ച് ഓലയെല്ലാം മാറ്റി അങ്ങനെ സ്തോത്രം അവിടെ ഒരു 6 വർഷം അവിടെ സഭാ വീടിലായിരിക്കാനിടയായി. അതിനുശേഷം വലിയറത്തല എന്ന് പറയുന്ന നരുവാമൂടിനടുത്ത് വലിയറത്തല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും പോയി 4 വർഷം സ്തോത്രം ഒന്നുമില്ലാതെ കിടന്നെടുത്ത് സ്തോത്രം ഒരു വീട്ടിൽ വെച്ച് ആരാധന തുടങ്ങി. അവിടെയും സഭാകോള് പണിയുവാനിടയായി. അങ്ങനെ പല ഭാഗങ്ങളിലും കടന്നുപോയി ദൈവവേല ചെയ്ത് സ്തോത്രം സഭകൾ കെട്ടിപ്പണിയുവാനും ആത്മാക്കളെ നേടുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. കടന്നു പോകുന്ന സ്ഥാനത്തെല്ലാം ഞങ്ങളുടെ ഈ ടീമിൻ്റെ പ്രവർത്തനം സഹോദരന്മാരുമായി ദൈവദാസന്മാരുമായി വന്ന് അവിടെ പരസ്യവും നടത്തുകയും ട്രാക്റ്റ് വിതരണം നടത്തുകയും വീട് വിസിറ്റ് നടത്തുകയും രാത്രിയിൽ സ്തോത്രം ഒരുമിച്ച് കൂടി സഭാ ആരാധന ഹോളിനകത്ത് വന്ന് സ്തോത്രം അല്ലെങ്കിൽ ആരാധന നടത്തി പിരിഞ്ഞു പോകുന്ന പതിവായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ആ കാലഘട്ടങ്ങളിൽ സഭ വളരുവാൻ ഇടയായത്. സ്തോത്രം. രാത്രിയല്ലാതെ പകലല്ലാതെ സ്തോത്രം ഇന്നേക്ക് ഉടന്നു ഏകദേശം 21 കിലോമീറ്റർ മാറി കോതയാർ, അപ്പർ കോതയാർ എന്ന സ്ഥലത്തൊക്കെ കടന്നുപോയി സ്തോത്രം ആനയും അതുപോലെ മ്ലാവും ഒക്കെ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ റോഡിലൊക്കെ നിൽക്കും. അങ്ങനെയുള്ളതായ ഇന്നത്തേക്ക് സ്തോത്രം ഏതാണ്ട് 25 വർഷത്തിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. സ്തോത്രം ആ കാലയളവിലൊക്കെ വളരെ വന്യജീവി ബുദ്ധിമുട്ടുള്ള സന്ദർഭമായിരുന്നെങ്കിലും അവിടെ എല്ലാം ഞങ്ങൾ 6-7 പേര് പോയി സുവിശേഷം പറഞ്ഞ് ആരാധന നടത്തി വീട് വിസിറ്റ് ചെയ്ത് അവിടെ എല്ലാം സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. അങ്ങനെ സ്തോത്രം ഞങ്ങളുടെ പരസ്യങ്ങൾ നടത്തി ട്രാക്റ്റ് വിതരണം നടത്തി. ഞങ്ങൾ കടന്നു വരുന്ന ആ സന്ദർഭങ്ങൾ പല സന്ദർഭങ്ങളും രാത്രിയുടെ യാമങ്ങൾ വരുമ്പോൾ വന്യമൃഗങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായി. വഴിയിൽ മണിക്കൂർ കണക്കിന് നിൽക്കേണ്ടിയ സമയങ്ങളൊക്കെ രാത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മ്ലാവൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിരട്ടി ഓടിച്ചിട്ട് ഞങ്ങൾ കടന്നു വരുമായിരുന്നു. ആനയൊക്കെ നിന്നാൽ ഞങ്ങൾ വിരട്ടുകത്തില്ല, അവർ മാറിപ്പോകുന്നവരെ ഞങ്ങൾ അങ്ങനെ നിന്ന് കടന്നു വരുന്ന സന്ദർഭമുണ്ടായിരുന്നു. അങ്ങനെ സ്തോത്രം അപ്പർ കോതേർ, സ്തോത്രം തച്ചമല, പൊരിമല എന്നീ പറയുന്ന സെറ്റിൽമെൻറ്റ് ഏരിയകളിലൊക്കെ കടന്നുപോയി സുവിശേഷം പറഞ്ഞ് പരസ്യയോഗം നടത്തുന്നതാണ് ഞങ്ങളുടെ ചെറുപ്പക്കാരായ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ സാഹചര്യം. അങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നതിന് ശേഷമാണ് പിന്നെ സഭാ വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയും സഭാ വീട്ടിൽ കടന്നു വന്ന് പല ഭാഗങ്ങളിലും സ്തോത്രം സഭകൾ കെട്ടിപ്പണിയുവാനും ആരാധന ആലയങ്ങളെ പണിയുവാനും ആത്മാക്കളെ നേടുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇന്നും സ്തോത്രം കർത്താവിൻ്റെ കൃപയിൽ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ആത്മാക്കളെ നേടുവാനും ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടി സ്തോത്രം നിലനിൽക്കുവാനും കർത്താവ് സഹായിച്ചു കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ച എൻ്റെ അമ്മ അതുപോലെ എൻ്റെ ഭാര്യയുടെ അമ്മയൊക്കെ രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് ഒരു രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരുപാട് ഭക്തിഗാനങ്ങളുണ്ട്. നല്ല ആത്മാർത്ഥമായ എഴുതി പാടിയ പാട്ടുകളുണ്ട്. ഞാൻ പലപ്പോഴും
ശുശ്രൂഷ മേഖലയ്ക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ആ പാട്ടുകളിൽ ചിലതൊക്കെ പാടി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സ്തോത്രം. എന്നെ ചിന്തിപ്പിക്കുന്നൊരു പാട്ട്. എൻ്റെ അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് പാടും, ഇങ്ങനെ പാടും: ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും മ്ലേച്ഛമായ ജീവിതങ്ങളും, സ്തോത്രം, ഞാൻ അനുഭവിച്ചതായ നിന്ദകളും വേദനകളും, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇതുപോലെ അനുഭവിക്കുന്നുവെങ്കിൽ, ദൈവസ്നേഹത്തിൽ വന്നിട്ട് പിന്മാറി പോയത് മുഖാന്തരം മാനസികമായ വേദന അനുഭവിക്കുന്നവർ, കുടുംബതലത്തിൽ സ്തോത്രം ദുഃഖം അനുഭവിക്കുന്നവർ, തലമുറകളിൽ നിന്നുള്ളതായ പ്രതികൂലങ്ങളും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്നെ സ്നേഹിച്ച, എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തിന് നിങ്ങളെയും വിടുവിപ്പാൻ സ്തോത്രം ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ മടങ്ങി വരിക, അതുമാത്രം ചെയ്യുക. ആ ദൈവം, കരുണാസമ്പന്നനായ ദൈവം നിങ്ങളെ സ്നേഹിപ്പാൻ, നിങ്ങളെ സ്തോത്രം അനുകരിക്കുവാൻ ആ കർത്താവ് ബാധ്യസ്ഥനായി ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ മടങ്ങി വരവിനെ കാത്തിരിക്കുന്ന സ്തോത്രയുടെ യേശുവിൻ്റെ കാൽക്കൽ നിങ്ങൾ ഓരോരുത്തരും ആവിനിൽ അഭയം പ്രാപിക്കുമെങ്കിൽ, ആ ദൈവം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഈ ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എന്നെ അനുഗ്രഹിച്ച ദൈവം, ഇന്ന് പകൽക്കാലം നിങ്ങളെ എല്ലാവരെയും ആ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദൈവസന്നിധിയിൽ മടങ്ങി വരിക. സ്തോത്രം. എല്ലാവരെയും ഞാൻ ദൈവസ്നേഹത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കർത്താവ് സഹായിക്കട്ടെ. Ooh.